ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഗംഗപ്രസാദിന്റെ ശവം ആ ഒരു കുഴിയിലേക്ക് വെച്ച് മൂടിയതിനു ശേഷം അതിന്റെ മുകളിലേക്ക് ഒരു വാഴത്തൈ വെച്ച് നടാണ് കിരണും വേലും രതീഷും കൂടിയിട്ട്. അപ്പോ വേലു പറഞ്ഞിട്ട് ഞാൻ എന്ത് നട്ടാലും അത് തഴച്ചു വളരാറുണ്ട്, പക്ഷെ ഇത് തഴച്ചു വളരില്ല, കാരണം അത്രക്കൊരു വിഷമാണല്ലോ ഉള്ളിൽ ഇരിക്കുന്നത്. രതീഷ് പറയണ്ട്, വേലു എല്ലാ വളത്തിലും വിഷമുണ്ട്, അതുകൊണ്ട് ഇത് വളർന്നോളും. ഇനിയിപ്പോ കല്യാണി ചേച്ചിയും അതുപോലെ തന്നെ അമലും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് അവൻ ചത്തു മലർന്നു കിടക്കുന്ന അവന്റെ ശവം കാണണമെന്ന്. ഇതവർക്ക് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ സാറേ എന്ന് വേലു ചോദിക്കുമ്പോ കിരൺ പറയണ്ടേടാ, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പിടികിട്ടാ പുള്ളിയാണ്, ഇവരിപ്പോ മരിച്ച കാര്യം ആരും അറിയണ്ട, പിടികിട്ടാ പുള്ളിയായിട്ട് തന്നെ അവൻ അങ്ങോട്ട് പോയിക്കോട്ടെ, നമ്മളായിട്ട് ഇത് ആർത്തും പറയണ്ട, വാ നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് എത്രയും പെട്ടെന്ന് ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് എത്തണം, നമ്മൾ ഇത്രയും നേരം മാറി നിൽക്കുമ്പോ ആർക്കായാലും സംശയം വരും. ശരി എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ രതീഷും വേലും കിരണും കൂടി കുളിച്ച് റെഡിയായിട്ട് നേരെ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അതേസമയം നമ്മുടെ കാർത്തികയും ദിലീപും കൂടി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ പാല് കൊടുക്കുന്നുണ്ട്, പഴം കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരും കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോ ബന്ധുക്കളൊക്കെ നാളെ മുതൽ അറിഞ്ഞു തുടങ്ങും, എല്ലാവരുടെയും പരാതി ആയിരിക്കും ഇനി എന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാർ പറയണ്ട, അമ്മേ പരാതി പറയുമ്പോ അമ്മക്ക് പറയാനുള്ള മറുപടി ഉണ്ടല്ലോ, പെട്ടെന്ന് നടത്തിയൊരു വിവാഹമാണ്, കാരണം ആ ഗംഗപ്രസാദിനെ പേടിച്ചു ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്നാലും 100 കൂട്ടം പരാതി ആയിരിക്കും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. അതൊന്നും കുഴപ്പമില്ലമ്മേ, നോക്ക് പരാതി പറഞ്ഞവരും ബന്ധുക്കളൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ഇപ്പൊ വിവാഹം നന്നായിട്ട് നടത്തിയാലും കുറ്റം പറഞ്ഞവര് കുറ്റം പറയും അമ്മേ, ജീവിക്കേണ്ടത് കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ദിലീപുമാണ്, അവര് നന്നായിട്ട് ജീവിച്ച് കണ്ടാ പോരെ, അത് മതി എന്ന് പറയാണ്. അപ്പോഴേക്കും കാർത്തികയുടെ മൊബൈലിലേക്ക് ഫോൺ ബെല്ലടിക്കാട്ടോ. ആ അമ്മയോ കല്യാണിയോ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കാർത്തിക മൊബൈലിൽ നോക്കുമ്പോ അമ്മയാ വിളിക്കണത്. സംസാരിക്ക് എന്ന് അമ്മായിയമ്മയായിട്ടുള്ള ദിലീപിന്റെ അമ്മ പറയാണ്. കാർത്തിക ഫോൺ എടുക്കണ്ട്. ഹലോ അമ്മേ. മോളെ എന്തെയായിരുന്നു? ദേ ഇവിടെ ചെറിയ ചെറിയ ചടങ്ങൊക്കെ ഉണ്ടാമേ ദിലീപേട്ടന്റെ അമ്മയുടെ വക. ഇനി നീ ദിലീപേട്ടന്റെ അമ്മ ദിലീപിന്റെ അമ്മ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അത് അമ്മാന്ന് തന്നെ വേണം നീ വിളിക്കാനായിട്ട്. ശരി അമ്മേ. അമ്മയുടെ വക കുറച്ച് ചടങ്ങുണ്ടായിരുന്നു, പാല് കുടിക്കലും അതുപോലെ തന്നെ പഴം തീറ്റിക്കലും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ അമ്മേ? നോക്ക്, ഇപ്പോ നാളെ ആകുമ്പോഴേക്കും ആ ഗംഗപ്രസാദ് അറിയും നിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം. അവൻ ഭ്രാന്ത് പിടിച്ച് ഓടി നടന്നു വരാൻ എല്ലായിടത്തും കയറി നടക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെയും നാളെ മുതൽ പോവല്ലേ മോളെ. കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പുറത്തൊക്കെ പോകാനൊക്കെ ഒരു ആഗ്രഹം തോന്നും, ഒരുമിച്ച് സിനിമക്ക് പോകാനും കറങ്ങാൻ പോകാനും ബൈക്കിന് പോകാനൊക്കെ. പക്ഷെ അത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്നേ അമ്മ പറയുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാമേ, ഇതിന്റെ മറുപടിയെ ദിലീപേട്ടൻ പറയും എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഫോൺ ദിലീപിന്റെ കയ്യിൽ കൊടുക്കാണ്. മോനെ പറ അമ്മേ. അല്ല ഞാൻ കാർത്തികമ്മോട് പറയുമായിരുന്നു, ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ഭീകരൻ മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവനെ പേടിക്കണം എന്ന് പറയുമ്പോഴേക്കും ദിലീപ് പറയണ്ടേ, എന്റെ അമ്മേ അവനെ പേടിച്ച് പേടിച്ച് അവനുള്ള പേടിയെല്ലാം മാറി, ഇനി അവൻ മുന്നോട്ട് വരണമെങ്കിൽ വരട്ടെ, ആ ഒരു നിലപാടാണ് എനിക്കും കാർത്തികക്കും അമ്മക്കൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പേടിയില്ലമ്മേ, എന്തോ വല്ലാത്തൊരു ധൈര്യം കാർത്തിക എന്റെ കൂടെ വന്നത് കൊണ്ടായിരിക്കും. അപ്പൊ കാർത്തികൻ പറയണ്ട, അതേ അമ്മേ ദിലീപേട്ടന്റെ വിവാഹം കഴിച്ചപ്പോൾ മുതൽ എന്തോ ഒരു വല്ലാത്തൊരു ധൈര്യം പോലെയൊക്കെ തോന്നുക. അതേ മോളെ വേറൊന്നല്ല, നിനക്കിപ്പോ കൂട്ടായിട്ട് ഒരു ആണൊരുത്തൻ ഉള്ളത് കൊണ്ടാ, നല്ലൊരു ഫാമിലി കിട്ടിയത് കൊണ്ടാ, പക്ഷെ എന്നാലും സൂക്ഷിക്കണം മോളെ, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. എല്ലാമേ കിരൺ വന്നോ? ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. അല്ല ഇറങ്ങണ സമയത്ത് കിരണിനെയും രതീഷ് ചേട്ടനെ വേലുവിനെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പാവങ്ങൾ അവര് കഷ്ടപ്പെട്ട് ഗംഗപ്രസാദ് ഇങ്ങനെ വിവരം എങ്ങനെ അറിഞ്ഞ നിങ്ങളെ വിവാഹം മുടക്കോ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം വരുത്തോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പേടിച്ചിട്ട് നിങ്ങളുടെ പിന്നാലെ എങ്ങാനും വന്നിട്ടുണ്ടാവും, നിങ്ങൾ കാണാത്തായിരിക്കും. ചിലപ്പോ ആയിരിക്കും. കിരണൊക്കെ വന്ന അന്വേഷണം പറയണോട്ടോ രതീഷ് ചേട്ടന് പേരെടുത്തും. പറയാം മോളെ, പറ്റുമെങ്കിൽ നാളെ ആകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി അമ്മേ, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ ഫോൺ വെച്ചിട്ട് കണ്ണൊക്കെ നിറയാട്ടോ. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കാർത്തിക ചേച്ചിയാണ് അമ്മ വിളിച്ചത്? അതെ, അവർക്ക് ഇപ്പോ വല്ലാത്തൊരു ധൈര്യമാണെന്നൊക്കെയാ പറയണത്, പക്ഷെ ഞാൻ പറഞ്ഞു നാളെ കുറച്ചു ദിവസത്തേക്ക് പുറത്തൊന്നും ഇറങ്ങണ്ടെന്ന്. അത് നന്നായി അമ്മേ, നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണമല്ലോ. കല്യാണം അത്ര ഇതായിട്ട് നമ്മൾ നടത്തി, ആരെ അറിയിക്കാണ്ടൊക്കെ ഇത്രയും സേഫ് ആയിട്ട് നടത്തി, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് കാർത്തിക ചേച്ചി പ്രത്യേകം പറയണം. നാളെ ഞാൻ കാർത്തിക ചേച്ചി വിളിക്കാം. ഇന്നിപ്പോ തിരക്കൊക്കെ ആയിരിക്കില്ലേ, അവിടെ കൂട്ടുകാരൊക്കെ മണിയറൊക്കെ ഒരുക്കിയെന്ന കിരണേട്ടൻ പറയുന്നുണ്ടായിരുന്നത്. ആണോ? കിരൺ വന്നോ മോളെ? ഇല്ല അമ്മേ, ഇതുവരെ വന്നില്ല. ഞാൻ കിരണേട്ടനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോഴേക്കും ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കണ. കിരണായിരിക്കും വാതിൽ തുറക്ക് എന്ന് പറയാണ്. കല്യാണി വാതിൽ തുറക്കുന്നുണ്ട്. കിരണേട്ടൻ എവിടെയായിരുന്നു? കല്യാണി അവരെ കല്യാണം കഴിഞ്ഞ് പോയല്ലേ ഉള്ളൂ, വഴിയരികിൽ എങ്ങനെ ഗംഗപ്രസാദ് അതിന്റെ ഗുണ്ടകളും എങ്ങനെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാനും രതീഷ് വേലൊക്കെ വെറുതെ അവിടെ ദിലീപിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാണ്. ശരി. അല്ല വല്ലാത്തൊരു ക്ഷീണം പോലെ. ഓടി നടത്തുമായിരുന്നില്ലേ കല്യാണി വെയിലത്ത്, അതുകൊണ്ടിട്ടാണ് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
കല്യാണി ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാട്ടോ. അപ്പൊ കിരൺ ഇങ്ങനെ അങ്ങനെയല്ല കല്യാണി, കുഴപ്പമൊന്നുമില്ല കല്യാണി, അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേലുവിനെയാണ്. വേലുവിന്റെ അടുത്ത് അമലു വരുന്നുണ്ട്. അല്ല വേലുവേട്ടൻ ഇത് എവിടെയായിരുന്നോ? ഞാൻ കിരൺ സാറിന്റെ കൂടെ പുറത്തായിരുന്നോ? ആ ഗംഗപ്രസാദിനെ എങ്ങനെ കണ്ടോ വേലുവേട്ട? അവനെങ്ങനെ കാണാനാ? അല്ല വേലുവേട്ടന്റെ മട്ടും പാവൊക്കെ കാണുമ്പോ എന്തോ മറച്ചു വെക്കുന്ന പോലെ തോന്നുന്നു. വേലുവേട്ടൻ സാധാരണ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. വേലുവേട്ടൻ അറിയാലോ അല്ലെ? ഇല്ല അമലു, ഒന്നുമില്ല. സത്യം പറ വേലുവേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. എന്റെ അമലു, ഒരു പ്രശ്നമില്ല. വേലുവേട്ടൻ ഇത് കള്ളം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മിക്കവാറും വേലുവേട്ടന് പറഞ്ഞു കാണുമല്ലേ ഇവിടുത്തെ കിരൺ സാറ്. ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരോടും പറയണ്ട, എല്ലാരും വിഷമവും പേടിക്കുമെന്നൊക്കെ, അതുകൊണ്ടായിരിക്കും പറയാത്തേല്ലേ. വേലു പറഞ്ഞു, അമലു പേടിക്കാൻ ഇപ്പൊ ഒന്നുമില്ല, അത്രമാത്രം നീ അറിഞ്ഞാ മതി. അല്ല ആ ഗംഗപ്രസാദ് മരിക്കെങ്ങാനും ചെയ്തോ? അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് എന്തെങ്കിലും കിട്ടിയോ? അമലു, അങ്ങനത്തെ ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലേ. സത്യമായിട്ടൊന്നും ഇല്ലല്ലോ വേലുവേട്ട, ഒന്നുമില്ല അമലു എന്നൊക്കെ പറയാണ്. അമലു അങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ രതീഷിന്റെ അടുത്തേക്ക് വേലു പോയിട്ട് പറയുന്നുണ്ട്, എന്റെ രതീഷ് സാറേ, ഇപ്പൊ അമലു വന്നിരുന്നു, എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗംഗപ്രസാദിനെ കണ്ടിരുന്നോ? അവൻ മരിച്ചോ എന്നൊക്കെയാ അവള് ചോദിക്കുന്നത്. അതെന്താ അവൾ അങ്ങനെ ചോദിക്കുന്നത്? മുമ്പോട്ട് അങ്ങനെ തന്നെയാ അവള്. ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചാലോ നോണ പറഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് വെറുതെ ചോദിച്ചതായിരിക്കും. എങ്കിലും നിന്റെ വായിന്ന് ഒരിക്കലും സത്യം പോവാൻ പാടില്ല. കിരൺ സാർ നമ്മളെ വിശ്വസിച്ചാണ് കൂടെ കൂട്ടിയത്. ആ വിശ്വാസം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതത്രേ ഉള്ളൂ സർ. എന്തൊക്കെ വന്നാലും എന്റെ അമലു അല്ല, എന്റെ മാമി ചോദിച്ചാൽ പോലും ഞാൻ സത്യങ്ങളൊന്നും പറയില്ല എന്ന് വേലു ഉറപ്പിച്ചു പറയണം. ശേഷം കിരണും കല്യാണി തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് പോയിട്ടായിരിക്കും കല്യാണിയാണ് ഈ വാഴക്കൊക്കെ വെള്ളം ഒഴിക്കണതും അതുപോലെ തന്നെ പൂന്തോട്ടമൊക്കെ നനക്കണതും ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് എല്ലാം കല്യാണിയാണ്. അവിടെ എത്ര വാഴ ഉണ്ടെന്ന് വരെ കല്യാണിക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും കല്യാണിക്ക് ആ പുതിയൊരു വാഴ വന്നപ്പോ നല്ല സംശയമുണ്ട്. ഈ വാഴ ആര് നട്ടതാണ്? കിരണേട്ടൻ അങ്ങനെ വാഴ നടന്ന സ്വഭാവമൊന്നുമില്ല. കുഴി വെട്ടാനൊന്നും കിരണേട്ടന് അറിയില്ല. ഇത് നല്ല രീതിയിൽ കുഴി വെട്ടി വാഴ വെച്ചിട്ടുണ്ടല്ലോ, ഇതാരാണ് എന്നൊക്കെ ഇനി ആലോചിക്കുക കേട്ടോ. അതിനുശേഷം കല്യാണി കിരണോട് ചോദിക്കണ്ടേ, കിരണേട്ടാ നമ്മുടെ പിന്നാമ്പുറത്തെ അവിടെ ആകെ 15 വാഴ ഉണ്ടായുള്ളൂ, ഇപ്പൊ ഒരു കുഞ്ഞു വാഴത്തൈ കൂടി ഉണ്ട്. അത് കല്യാണി ഞാൻ നിന്നോട് പറയാൻ മറന്നു, അത് നമ്മുടെ വേലു നട്ടതാ. വേലുവോ? അതെ, എവിടെന്നോ ഒരു കടക്കാരൻ കൊടുത്തൊരു നല്ല വാഴത്തൈയാണെന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ച് ഇവിടെ നട്ടു. ഓ അങ്ങനെയാണോ? അല്ല നല്ല ആഴത്തിലാണല്ലോ കുഴി എടുത്തിരിക്കുന്നത്. അവന്റെ സ്വഭാവം അറിയില്ലേ, അവൻ നല്ല ആഴത്തിലൊക്കെ കുഴി എടുക്കും, അതത്രേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകണം. പക്ഷെ നമ്മുടെ കിരൺ ആകെപ്പാടെ ഒരു എന്തോ ടെൻഷൻ പോയിട്ട് പ്രൊമോയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. കിരൺ ആകെ റൂമിൽ നിന്നിട്ട് വേർത്ത് കുളിക്കാണ്. അതായത് ആ സത്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും കല്യാണിയുടെ ആ സത്യം പറയാൻ ചാൻസ് ഉണ്ടോ, കാരണം അത്രക്ക് വലിയൊരു കുഴിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഒരു ആളെ കിടത്താനുള്ള ഒരു കറക്റ്റ് ഒരു ചതുരം ഷേപ്പിൽ ആ കുഴി വെട്ടിയിട്ടുണ്ട്. ആ കുഴി കാണുമ്പോ തന്നെ അറിയാം ആർക്കോ വേണ്ടി വെട്ടി വെച്ചേക്കണ കുഴിയാണെന്ന്. അതൊക്കെ കല്യാണി കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കാണിച്ചത്. കല്യാണി സത്യങ്ങൾ ഉടനെ തന്നെ മനസ്സിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി ഗംഗപ്രസാദ് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കാലത്തൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കാണിക്കുന്നുണ്ടെങ്കിൽ വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും നമ്മുടെ ജിതേന്ദ്രനെ പോലെ. ഇനി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ ഇതോടെ ഗംഗപ്രസാദ് മരിച്ചോ എന്നും അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.